വെൽക്കം ബാക്ക് ടു എജുബി. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ SSC GD നോട്ടിഫിക്കേഷൻസ് ഈ വരുന്ന നവംബറിൽ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SSC GD എക്സാമിനേഷനും നമ്മുടെ ഈ കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടുള്ള ഒരു കണക്ഷനെ പറ്റിയാണ്. അല്ലെങ്കിൽ സിന്ദൂർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് നമ്മൾ SSC GD എക്സാമിലേക്ക് വരുമ്പോഴേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ പെഹൽഗാമിൽ ഏപ്രിൽ 22 നടന്ന അറ്റാക്കിന് ബദലായിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ ആർമി പാകിസ്ഥാനിൽ നടത്തിയൊരു അറ്റാക്കാണ് എന്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പെഹൽഗാമിൽ നടന്ന അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ക്രോസ് ബോർഡർ ടെററിസമാണ്. നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർമിയെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ വരുന്ന ഒരു സർവീസാണ് എന്ത് BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പോൾ ഈ BSFിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഏത് വഴിയാണ്, SSC GD വഴിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്നൊരു അറ്റാക്കിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ സാധനം, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞ എന്താണ്, നമ്മുടെ ആർമിയുടെ മാൻ പവർ ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി നമുക്ക് ബോർഡർ ഏരിയാസ് ഒക്കെ കവർ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ BSF ആണ്. ഏതാണ്ട് ഒരു വാർത്തയിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യമാണ്, ഏതാണ്ട് 20,000-ഓളം പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ പുതിയ വേക്കൻസികൾ BSFിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ CRPFിലേക്ക് ഏതാണ്ട് 16 പുതിയ ബറ്റാലിയനുകൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ GD ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ GD എന്താണെന്ന് അറിയാത്തവർ ഈ ക്ലാസ് കാണുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, എങ്കിലും ഒന്ന് പറയുവാണ്. നമ്മുടെ GD അഥവാ ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ പാരാ മിലിറ്ററി ഫോഴ്സുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ ആണ്. ഈ പറയുന്ന എക്സാമിനേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ BSF, അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് CRPF, റിസർവ് പോലീസ് അതുപോലെ വരുന്നതാണ് എന്ത് CISF, അതുപോലെ വരുന്ന ഒന്നാണ് ആസാം റൈഫിൾസ്, അതുപോലെ SSB, അതുപോലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതുപോലെ എന്താണ് SSF പോലെയുള്ള പോസ്റ്റുകളിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റും നടക്കുന്നത് ഈ ഒരൊറ്റ എക്സാമിനേഷനിലൂടെ ആണ്. അപ്പോൾ മുന്നത്തെ വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു കുട്ടിക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് GD എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതായത് മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഏതാണ്ട് 50,000-ന് മുകളിലോളം വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഓരോ എക്സാമിനേഷനിൽ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 50,000-ഓളം വേക്കൻസീസ് സാധാരണ വരുന്ന ഒരു എക്സാമിനേഷൻ, അതിനകത്ത് ഇപ്പോൾ പറയുന്നു BSFിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ പോവുകയാണെന്ന്, അതുപോലെ CRPFിലും എന്ത് ചെയ്യാൻ പോവുകയാണ്, ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ പോവുകയാണ്. ഇത് രണ്ടും നിലവിൽ ഓൾറെഡി വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഏതാണ്ട് ഒരു 80,000-ഓളം വേക്കൻസീസ് എങ്കിലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകാം, ഈ പറയുന്ന എക്സാമിനേഷന് വരാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിപ്പോൾ ഈ പറഞ്ഞ കൃത്യം 80,000 വരുമെന്നല്ല. ഈ പറഞ്ഞ അഡീഷണൽ ഫോഴ്സസ് ഉടനെ നമ്മുടെ ഈ എക്സാമിനേഷനോ അല്ലെങ്കിൽ അടുത്ത എക്സാമിനേഷനോ കൂടെ ആയിട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷേ എങ്ങനെ നോക്കിയാലും ശരി, നമുക്ക് ഈ പറയുന്ന ഒരു 50,000-ന് മുകളിൽ, എന്നാൽ ഏതാണ്ട് ഒരു 80,000-ഓളം നമുക്ക് എന്ത് ചെയ്യാം, വേക്കൻസീസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ ഇതിന് മറ്റൊരു ഗുണം, നമുക്ക് അധികം കോമ്പറ്റീഷൻസ് കുറഞ്ഞ ഒരു എക്സാമിനേഷനാണ്. നിങ്ങൾക്കറിയാം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 18 വയസ്സ് മുതൽ 23 വരെയാണ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന്, 18 മുതൽ 26 വരെയാണ് OBCക്ക്, 18 മുതൽ 28 വരെയാണ് SC ST കാറ്റഗറിക്ക് ഈ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക്, 18 വയസ്സിന് മുകളിലുള്ള ഡിഗ്രി ഉള്ളൊരു കുട്ടിക്ക് സുഖമായിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണോ, അല്ല, SSLC നമ്മുടെ 10ാം ക്ലാസ് മാത്രമാണ് ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ +2 ഒക്കെ പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത് SSC GD എക്സാമിനേഷൻ. വേക്കൻസീസ് കണ്ടല്ലോ. അപ്പോൾ സാധാരണ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഇത്രയും വേക്കൻസി ഒന്നും കാണാറില്ല. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോയും കണ്ട് അടുത്ത മാസം നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എത്രയായിരിക്കും, 30,000 കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ അത്രയല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണോ വേണ്ടേ എന്ന് സംശയം വരും. പക്ഷേ അത് വിചാരിക്കരുത്. കാരണം
നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 30,000 ഒക്കെ കാണത്തുള്ളൂ. എന്നാൽ ഈ എക്സാമിനേഷൻ നമ്മൾ കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, ഒരു ട്രെൻഡ് ഇതാണ്. ഈ പറയുന്ന ആദ്യമൊക്കെ എന്തായിരിക്കും 30,000 ആയിരിക്കും നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. എന്നാൽ എക്സാമിനേഷൻ കഴിയുന്ന സമയത്ത് ഈ പറയുന്ന വേക്കൻസീസിൻ്റെ എണ്ണം എന്ത് ചെയ്യാറുണ്ട്? വർദ്ധിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന വരുന്ന സമയത്തുള്ള വേക്കൻസീസ് കണ്ട് അപ്ലൈ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ട് പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല. സോ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വരാനായിട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ നിങ്ങൾ വാർത്ത ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കും, നമ്മുടെ പുതിയ പേ കമ്മീഷൻ്റെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഇന്നലെ 2 ദിവസത്തിന് മുമ്പുള്ള വാർത്തകളിലൊക്കെ കണ്ട കാര്യമാണ്. അപ്പോൾ ആ പേ കമ്മീഷൻ്റെ ഉപയോഗം നിങ്ങളുടെ സാലറിയിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ശമ്പളത്തിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന ഒരു ആസ്പിരൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാം? SSC GD എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വേണം. ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ട ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ വരുന്ന നവംബർ 5-ാം തീയതി നമ്മൾ നമ്മുടെ പുതിയ ഓഫ്ലൈൻ ബാച്ചുകൾ എജുബിയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്ക് വേണമെങ്കിലും, നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഓഫ്ലൈൻ ബാച്ചുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടുന്നതായിരിക്കും. സോ നമ്പർ നോട്ട് ചെയ്യുക: 8590133769. ഒന്നുകൂടെ 8590133769 എന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ അപ്ഡേറ്റുകളുമായിട്ട് വരാം.